ഞാനിന്നൊരു കഥ പറയാം. തമിഴ്നാട്ടിലുള്ള കന്യാകുമാരി ജില്ലയിലെ ചരക്കൽ വിള എന്ന ചെറിയ ഗ്രാമത്തിലായിരുന്നു കൈലാസപടിവ് ശിവൻ എന്ന കെ ശിവൻ ജനിച്ചത്. വളരെ സാധാരണക്കാരനായ ഒരു കർഷകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. വീട്ടിലെ ദാരിദ്ര്യം കാരണം വളരെ കഷ്ടപ്പാടായിരുന്നു ശിവന്റെ കുട്ടിക്കാലം. ഒരു ജോഡി ചെരുപ്പ് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി പോലും ആ കുടുംബത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്കൂൾ കാലഘട്ടം മുഴുവനിലും അദ്ദേഹം ചെരുപ്പ് ഉപയോഗിച്ചിട്ടില്ല. കത്തുന്ന വെയിലിലും കല്ലിലും മുള്ളിലും എല്ലാം അദ്ദേഹം ചെരുപ്പില്ലാതെയായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് നല്ലൊരു പാൻറ്റോ ഷർട്ടോ പോലും ഉണ്ടായിരുന്നില്ല. മുണ്ട് കൊടുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കോളേജ് കാലഘട്ടം വരെ പോയിരുന്നത്. സ്കൂൾ അവധി കാലഘട്ടങ്ങളിലും ഒഴിവ് സമയങ്ങളിലും കൃഷിയിൽ പിതാവിനെ സഹായിക്കാൻ അദ്ദേഹം പോകുമായിരുന്നു. ദാരിദ്ര്യം അദ്ദേഹത്തിന് പഠിക്കാനുള്ള അതിയായ ആഗ്രഹത്തിന് തടസ്സമായില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി ബിരുദം നേടിയ വ്യക്തി അദ്ദേഹമായിരുന്നു. പിന്നീട് കഠിനാധ്വാനത്തിലൂടെ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കുകയും തുടർന്ന് IIScയിൽ നിന്ന് ഉപരിപഠനം പൂർത്തിയാക്കുകയും ചെയ്തു. അതിനുശേഷം 1982 ISROയിൽ അദ്ദേഹം ചേർന്നു. അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയും കഠിനാധ്വാനവും മൂലം റോക്കറ്റ് സാങ്കേതികവിദ്യയിൽ അതിവിദഗ്ധനായി അദ്ദേഹം മാറി. റോക്കറ്റുകളുടെ പാത കൃത്യമായി നിർണ്ണയിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അദ്ദേഹം വികസിപ്പിച്ചതിനാൽ റോക്കറ്റ് മാൻ എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് പിന്നീട് ലഭിച്ചു. മറ്റാരെക്കുറിച്ചുമല്ല, ISROയുടെ മുൻ ചെയർമാനായ ഡോക്ടർ കെ ശിവൻ സാറിനെ കുറിച്ചാണ് ഞാനീ പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു രാജ്യം ചന്ദ്രയാൻ 2 ദൗത്യം വിക്ഷേപിച്ചത്. ഞാൻ ഈ കഥയോടെ പറയാൻ കാരണം, നമ്മുടെ അസൗകര്യങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും ആയിരിക്കരുത് ഭാവിയിൽ നമ്മൾ ആരായി തീരണമെന്ന് നിർണ്ണയിക്കേണ്ടത്. നമ്മുടെ അടങ്ങാത്ത ആഗ്രഹവും നമ്മുടെ കഠിനാധ്വാനവുമായിരിക്കും. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനന്തമായ കഴിവുകളെയും അവസരങ്ങളെയും നമുക്ക് വിവേകത്തോടെ പ്രയോജനപ്പെടുത്താം.